മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്ത് മാമ്പഴം നീതാനടേ. ഇത്രയുള്ള ചെരുപ്പിലാന്ന് വന്നത്. തങ്കമണി ഫ്രം കേരള. എനിക്ക് ചേച്ചിയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാം. ഇങ്ങനെ പിടിച്ചോട്ടെ? പിടിച്ചോ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. സ്റ്റീൽ ബാസിന്റെ ഒരു ഗംഭീര എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് പതിവ് പോലെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജേട്ടനെ. നമസ്കാരം, എല്ലാവർക്കും സുഖാണല്ലോ. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനവും ഒപ്പം വളരെ സന്തോഷവും ഉണ്ട്. ആ കാര്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സന്തോഷത്തിനുള്ള കാര്യം? കാരണം നാളെ ഡിസംബർ 18 ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ഷാറൂഖ് ഖാന്റെ പുതിയ മുഖത്തിനായി കാത്തിരിക്കുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും കോടിക്കണക്കിന് ആരാധകരുടെ 20 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നാളെ വെള്ളിത്തിരയിൽ എത്തുകയാണ് ദിൽവാലെ. അപ്പൊ എന്തായാലും ദിൽവാലയുടെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. എന്തിനാണ് ഈ ട്രെയിലർ എല്ലാം കാണിക്കുന്നുള്ളത്? സസ്പെൻസ്. दिल तो हर किसी के पास होता है, लेकिन सब दिल वाले नहीं होते. कुवारा नहीं रहेगा. इस मनी भाई के लिए भी हम मनी बैंड ढूंढ लेंगे. तू आदमी नहीं, ये फरिश्ते. तू अपने चक्कर पकड़ा रहे. क्या कर रहे? बात जब भाई की होती है ना, तो दिमाग नहीं सिर्फ दिल काम करने लगता है. मैं आपकी मांग में सिंदूर भरना चाहता हूँ. वीर ने सही कहा था, आप कुछ ज्यादा ही सीधे और शरीफ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കൊപ്പം ദിൽവാലയുടെ റിലീസിംഗ് ആഘോഷമാക്കുകയാണ് കോമഡി സൂപ്പർ നൈറ്റ്. ഷാറൂഖ് ഖാൻ വന്നിട്ടുണ്ട്. ഷാറൂഖ് ഖാൻ വന്നിട്ടുണ്ട്. ഷാറൂഖ് ഖാനോ? ശരിക്കും എന്നെ ഒന്ന് എടുത്ത് കറക്കുവോന്നേ. നിന്നെ ആദ്യം കറക്കി എടുത്തവൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ദുബായിൽ നിന്റെ കെട്ടിയവൻ. ഇനി മനുഷ്യനായിട്ടുള്ള ഒരുക്കനും നിന്നെ എടുത്ത് കറക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഇതാദ്യമായി കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ഷാറൂഖ് ഖാൻ. विवाह की मेरी कहानी है, सारी दुनिया को जो सुनानी है. मुझे पहचानो, देखो मैं हूं कौन. आ रहा हूं पलट के, मैं हूं I am the king. दिल तो हर किसी के पास होता है, लेकिन सब दिल वाले नहीं होते. तुझे देखा तो ये जाना सनम,
प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम। तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम। अब यहाँ से कहाँ जाएं हम, तेरी बाहों में मर जाएं हम। तुझे देखा तो ये जाना सनम, प्यार സൂപ്പർ, വെരി ഗുഡ് മാഡം, സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ 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 സൂപ്പർ. मुझे बहुत खुशी हुआ कि एक कॉमेडी सुपर नाइट में आकर खूब समझेगा। സാർ വരൂ, നമുക്ക് അവിടെ പോയിരിക്കാം. क्या है? तू क्या बता है? क्या बोल रहा है? രണ്ട് കഷ്ണം പ്ലാവലയുടെ കിട്ടിയായിരുന്നു എളുപ്പമായിരുന്നു. എന്നാ സൗണ്ടാണ്? മുട്ടുകാരന്റെ സൗണ്ടിലാണോ ചിരിക്കുന്നത്? അടിപൊളി. ऐसी छोटी छोटी बातें Thank you everyone celebrating 20 years of DDLJ. and falling in love again and again. Again and again. और इस मौके को सेलिब्रेट करने के लिए जिसे मैं बिल्कुल नहीं भूला. See what I've got for you, Kajol. No, see. प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाएं हम, तेरी बाहों में मर जाएं हम. ഓക്കെ, അടിപൊളി. എന്താണ് സാർ? ആരാ അത്? മനസ്സിലായില്ലേ? ഇല്ല. കിങ് ഖാൻ. ഷാറൂഖ് ഖാൻ. അതെ, ഷാറൂഖ് ഖാൻ കിങ് ഖാൻ ആണ്. അതെ. പക്ഷെ ഇവനെ കണ്ടപ്പോ കിങ് കോങ്ങിനെ പോലെ ഉണ്ടല്ലോ. ശരിക്കും പറയടാ, ആരാടാ കൂടെ ഇരിക്കുന്ന? ആരാടാ ഇവൻ? ആരാ അത്? ഷാരൂഖ് ഖാൻ, കിങ് ഖാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ശരിക്കും പറയ്, ആരാവൻ? അത് പിന്നെ മെട്രോയുടെ പണിക്ക് വന്ന ഒരു ബംഗാളിയാ. കൊച്ചിൻ മെട്രോയുടെ. കണ്ടപ്പോഴേ തോന്നി എനിക്ക്. ആ കൂടെ ഇരിക്കുന്ന ആരാടാ? അത് അവന്റെ കൂടെ തന്നെ മൈക്കാടിന് പോകുന്ന കാജോൾ. എത്ര ഉയരത്തുനിന്ന് ചാന്തിട്ട് കൊടുത്താലും അവള് ചാടി പിടിക്കും ചട്ടിയില്. എടാ, ഞാൻ ഈ കോടിക്കണക്കിനായ പ്രേക്ഷകരുടെ അടുത്ത് എന്ത് സമാധാനം പറയും? ഞാൻ പറഞ്ഞു ഷാറൂഖ് ഖാനെയാണ് ഞാൻ സ്വാഗതം ചെയ്തത്. ആൾക്കാരെ പറ്റിക്കുന്ന മാതിരിയായില്ലേ? ഷാറൂഖ് ഖാനെ ഞാൻ വിളിച്ചപ്പോൾ ഷാറൂഖ് ഖാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ പറഞ്ഞു? ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ എനിക്ക് വരാൻ സൗകര്യമില്ലാതെ അങ്ങനെയാണ് ഷാറൂഖ് ഖാൻ പറഞ്ഞത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനെയൊക്കെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോ. സാറിന് കോടിക്കണക്കിന് ആൾക്കാരോട് സമാധാനം പറഞ്ഞാൽ മതി. എനിക്ക് ഈ കോട്ടും അങ്ങേരിട്ടേക്കുന്ന ആ കോട്ടിന്റെ ഒക്കെ വാടക കൊടുക്കുന്ന ആൾക്ക് അതിന്റെ വാടക കൊടുക്കണം. അയാളോട് എനിക്ക് സമാധാനം പറയണം. നീ വിളിച്ചോണ്ട് പോടാ. എടുത്തോണ്ട് പോ മര്യാദക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എറിഞ്ഞിടും. നിർത്താൻ പറയടാ. ഞാൻ വിളിച്ചോണ്ട് പോക്കോളാം. അതെ, ഇല്ലെങ്കിൽ വിളിച്ചോണ്ട് പോകാൻ പറട്ടെ. അല്ല, എന്തായാലും വന്നതല്ലേ, സ്റ്റേജിലൊന്നും കയറ്റണ്ട. നമുക്ക് ഗസ്റ്റ് സീറ്റിലൊന്നും ഇരുത്തണ്ട. പിന്നെ ഇവിടെ അത്രയും പൊടിയാണ് ഈ ഫ്ലോറിൽ. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വിട്ടാൽ മതി. എന്തായാലും ബംഗാളിയല്ലേ. കോട്ടിന്റെ വാടക കോട്ട് കത്തിച്ചു കളഞ്ഞാലും കൂടെ. അളിയാ, അവിടുന്ന് എണീറ്റ് പോകാനാണ് ഇവര് പറയുന്നത്. ഈ പോത്തിനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ജാവോ ജാവോ ജാവോ, മനസ്സിലായില്ലേ? ജാവോ സിമ്പിളാണ്. ആ കൊച്ചിന് മനസ്സിലായില്ലേ? ജാവോ സിമ്പിളാണ്.
മേ 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 ഓ ഓക്കെ മേ ശരിക്കും നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആരാ ചേട്ടാ? ആ ബിജുക്കുട്ടനാന്നേ. പ്രിയപ്പെട്ടവരെ, മലയാള മിമിക്രി വേദിയിൽ നിന്നും സിനിമാ വേദിയിലെത്തി നമ്മളെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ച നമ്മുടെ പ്രിയ താരം ശ്രീ ബിജുക്കുട്ടനും ഒപ്പം മിമിക്രി വേദിയിലെ തന്നെ സ്ത്രീ സാന്നിധ്യമായി ഇപ്പോൾ മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സുബി സുരേഷും. அணிலாக மாறினான் அழகாக தாவினான் அங்கங்க உன்னை கடிக்க போறேன். தீர்மானம் பண்ணி நீ தீர்த்து கட்ட துணிஞ்சு நீ என்ன சுத்தி வார தார தார மாம்பழமா மாம்பழமா மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நீதானடு. மாம்பழம் மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நான் தானடா. அழகா தரிச்சு உன்னை அப்படியே நான் தான் திங்க போறேன். அணிலாக மாறினான் அழகாக தாவினான் அங்கங்க உன்னை கடிக்க போறேன். தீர்மானம் பண்ணி நீ தீர்த்து கட்ட துணிஞ்சு நீ என்ன சுத்தி வார தார தார നമസ്തേ. നമസ്കാരം. രണ്ടുപേർക്കും നമസ്കാരം. അപ്പോ വെൽക്കം ടു ദി ഷോ. വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ വന്ന ആൾക്കാരാണ് വീണ്ടും എത്തുന്നത്. വളരെ വളരെ സന്തോഷം. വളരെ വിരളമായിട്ടൊരു കാര്യമാണ് ഈ വേദിയിൽ എന്ന് തോന്നുന്നു അല്ലെ? രണ്ടാമതൊക്കെ വരാൻ ഒരു ഭാഗ്യം കിട്ടാന്നുള്ളത് ഭയങ്കര ഭാഗ്യം ചെയ്തതാ ചേട്ടാ. അല്ല, സൂര്യ വന്നിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി പേര് രണ്ടാമത് വന്നു. അത്രയും വലിയ വലിയ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റേഞ്ചിൽ ആരും അങ്ങനെ രണ്ടാമത് വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നിങ്ങളെ ആ റേഞ്ചിലാണ് കൂട്ടിയിരിക്കുന്നത്. റേഞ്ച് തന്നെ കുറയ്ക്കുന്നത് അല്ലേ? വിളിച്ചാലും വരും അല്ലേ? പിന്നെ ബിജുചേട്ടാ, പുതിയ സിനിമ ഇപ്പൊ റിലീസ് ആകാൻ പോകുന്നത് 24-ാം തീയതി, ഡിസംബർ 24-ാം തീയതി, അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറയുന്ന ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. എന്താ സുബിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് പിടിക്കല്ലേ? ഇല്ല, കുഴപ്പമില്ല. പിന്നെ സിനിമാ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ടേ? ഞാൻ കടം വാങ്ങിച്ച പൈസ ഒക്കെ തിരിച്ചെന്നല്ല, പിന്നെ നമുക്ക് പടമില്ലാതാവുമ്പോ കടം മേടിക്കാൻ വരുമല്ലോ എന്നുള്ളൊരു സങ്കടം. ഒരു ചെറിയ കപ്പിയാരുടെ വേഷം എനിക്ക്. അപ്പൊ അതാണല്ലോ ടൈറ്റിൽ വേഷമാണ്. കപ്പിയാരെ കൂട്ടമണി. അതിലെ കപ്പിയാരാണ് താങ്കള്? ആ, കപ്പിയാരാണ്. ശരിക്കും പിച്ചറിനെ സംബന്ധിച്ച് ആ ഒരു ക്യാരക്ടറിനനുസരിച്ചുള്ള ഒരു ഇത് വേഷം കിട്ടിയത് ഇതിനകത്താന്ന് തോന്നുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണിയടിക്കാരനാ. അപ്പൊ ഈ ക്യാരക്ടറിനനുസരിച്ച് എനിക്കും കുറെയൊക്കെ അറിയാം അല്ലേ? അറിയാലേ? അപ്പൊ അങ്ങനെ ഇതിനൊക്കെ കൗണ്ടർ അടിച്ച് നിൽക്കണം. ഇപ്പൊ വളരെ താഴ്ന്നു പോയി. സമയം തരൂല. നിങ്ങൾക്ക് അല്പസമയം അവിടെ ഇരിക്കാലോ. താങ്ക് യു. എന്റെ ദൈവമേ, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ കൂടിയിട്ടുണ്ടല്ലോ. ഗൾഫിൽ 10 വർഷമായിട്ട് ഹോട്ടൽ നടത്തുമായിരുന്നു. സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വെറും സുഹൃത്തല്ല, അവൻ എൻ്റെ ചങ്ക, എൻ്റെ ദൈവമാണ്. അവൻ എനിക്ക് ദൈവം, ഞാൻ അവന് ദൈവം. അങ്ങനെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ചേട്ടൻ നാട്ടിൽ വന്നിട്ട് ഞങ്ങളൊരു ഹോട്ടൽ നടത്താൻ തീരുമാനിച്ചു. എൻ്റെ ഭഗവാനെ, അവിടെ ഗൾഫിൽ നടത്തിയ പോലെ ഇതൊരു സമാധാനപരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ദൈവാനുഗ്രഹം ദൈവം തരണേ ഭഗവാനെ. ഞാൻ എനിക്ക് പേടിയാ. പണ്ട് സംഭവം ഞാൻ പറഞ്ഞു ചെയ്തോ.
നിന്നെ ഞാൻ ഈ ബൾബ് ഊരി വെച്ച് എറിഞ്ഞ് കൊല്ലും ഞാൻ. എന്നാ കാണിക്കണേ? ഇത് ഞാൻ ഏർപ്പാട് ചെയ്തതല്ലേ? എന്നെ പുറകിൽ നിന്ന് പേടിപ്പിക്കാൻ നീ ഏർപ്പാടാക്കിയതാണോ ഇവന്മാരെ? ഭംഗിയാക്കാന്ന് കരുതിയല്ലേ? അയ്യോ, ഞാൻ പേടിച്ചു പോയി. അതെ, ഇങ്ങനെ വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. നീ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള ബോർഡിൽ നീ എന്താ കാണിച്ചു വെച്ചേക്കണത്? അതോ, അത് നിന്റെ പേരെന്നാ? എന്റെ പേര് ആന്റണി. ആ, നിന്റെ പേര് ഞാൻ നമ്മുടെ ഹോട്ടലിലും കിട്ടും. ഇത് എന്തിനാണ് എന്റെ പേര് മാത്രം എഴുതിയത്? ഇത് നിന്റെയും കൂടി ഹോട്ടലല്ലേ? അതൊന്നും കുഴപ്പമില്ല, എന്നോടുള്ള സ്നേഹം ഞാൻ അത് മനസ്സിലാക്കുന്നു. അതൊന്നും ഒരു കുഴപ്പമില്ല. നിന്റെ പേര് ഞാൻ ഹോട്ടൽ. അത് ശരിയാവില്ല. ആ എന്റെ പേരിനോട് നിന്റെ പേരും കൂടി പെടുത്തണം. നിന്റെ പേരെന്നാ? എന്റെ പേര് ആന്റണി. എന്റെ പേരോ? ബാബു. നിന്റെ പേരിന്റെ ഇപ്പഴ ഞാൻ ബാബു എന്നിട്ട് ഞാൻ ഹോട്ടൽ ബാബു ആന്റണി എന്ന് പറഞ്ഞ് നാട്ടുകാർ നടക്കില്ലേ? അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ ഉദ്ഘാടന പരിപാടി നമുക്കൊന്ന് കൊഴിപ്പിക്കണം. എന്റെ അമ്മേ, നീ എന്തിനാണ് ഇനി മിണ്ടി പോരുത്, മനസ്സിലായില്ലേ? ഞങ്ങൾ പറയാണ്ട് അച്ഛനെ കൂട്ടി പോരുത്, മനസ്സിലായടാ? ആ തപ്പി പിടിച്ചിട്ട് കൊട്ടൂലാന്ന് കൊട്ടി കേൾപ്പിച്ചതാ. അതെ, നമ്മൾ ഇത്ര പൈസ മുടക്കി ഇങ്ങനെ കളർഫുൾ ആക്കിയ ശേഷം നാട്ടുകാർക്കിടയിൽ ഒരു മതിപ്പ് ഉണ്ടാവോ? ആ, മതിപ്പൊക്കെ ഉണ്ടാക്കണം. അതിന് നാട്ടുകാരുടെ ഇഷ്ടത്തിനുള്ള അവർ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്റ്റാറിനല്ല നമ്മൾ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്തേക്കണേ. ഏകദേശം സമയമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. സെലിബ്രിറ്റി വന്ന് ഇറങ്ങുമ്പോ തട്ടിക്കൊള്ളണം. അവര് തട്ടുന്ന് പറയല്ലേ ഇവന്മാർ? ആ സെലിബ്രിറ്റിനെ തട്ടും. അല്ല, തട്ടാൻ പറഞ്ഞതല്ല, കൊട്ടാൻ പറഞ്ഞതാണ്. അപ്പൊ സെലിബ്രിറ്റി വന്ന് ഇറങ്ങുമ്പോ കൊട്ടിക്കൊള്ളണം. ഓക്കെ, പോയിക്കോ, ചെല്ലേ, നേരെ പോ. അതന്നെ 40 വയസ്സായ മൂത്ത മോളെ കെട്ടിച്ചു വിട്ട ഒരു സന്തോഷം. ഐറ്റംസ് വരാൻ പോയുള്ളൂ. ഇനിയുണ്ട് ഐറ്റംസ്. ഐറ്റം നോക്കടാ. എടാ, ഇതെന്തിനാ ഇങ്ങോട്ട് വന്നെ? അവിടെ സെലിബ്രിറ്റി വരുമ്പോഴല്ലേ വരേണ്ടത്. എടാ, അവിടെ ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ സെലിബ്രിറ്റി നീയാണ്. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഇതാണോ സെലിബ്രിറ്റി? കളിച്ചങ്ങോട്ട്. മയിൽപ്പീലി പിടിച്ച് ഞാൻ ഓടിക്കൂട്ടോ. അല്ല, ഞങ്ങൾക്ക് സെലിബ്രിറ്റി ഒന്ന് കാണാൻ പറ്റുന്നില്ലേ? ആ, അതെ, നിങ്ങളിപ്പോ വരരുത്. ഇങ്ങോട്ട് ഞങ്ങൾ വിളിക്കുമ്പോഴേ വരാവുള്ളൂ. വിളിക്കോ? ഞങ്ങൾ തരും, ഒരു ക്ലൂ തരും. എന്ത് ക്ലൂ? അത് കൈപൊക്കി കാണിക്കും. കൈപൊക്കെ കാണിച്ച് ഞങ്ങളോട് ഞങ്ങൾ കാണുന്ന മുഖത്ത് പുതിയർക്കല്ലേ. ആ, എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട സമയത്ത് ഞങ്ങൾ കൈ അടിച്ച് കാണിക്കും. കൈ കാണിക്കും. കൈ അടിക്കുമ്പോ ആ ഒച്ച കേട്ട് നിങ്ങൾ വന്നാൽ മതി. അത് മതി. ആ, എന്നാണോ? ഓക്കെ. ഇതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താ അറിയാമോ? നമ്മുടെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് സെലിബ്രിറ്റി വന്ന് ഇറങ്ങുമ്പോ തന്നെ അദ്ദേഹം ഞെട്ടി വിറക്കണം. സെലിബ്രിറ്റി ഒക്കെ ഞെട്ടി വരച്ച് തല ഇറങ്ങി വീണ ഈ നിലവിളക്ക് ആര് കത്തിക്കൂടാ? എന്റെ ബാബു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് ഗൾഫിലെ പോലെ തന്നെ നമ്മുടെ ഹോട്ടലും ബെച്ചടി കയറ്റം ഒരുക്കണമെന്ന്. ബെച്ചടി കയറ്റത്തിലാണെങ്കിൽ നമുക്ക് ശബരിമല കൊണ്ടുവന്ന് ഹോട്ടലങ്ങ് വെച്ചാൽ അവിടെ നല്ല കയറ്റം ഉണ്ടാവും. നീ പറഞ്ഞത് ഒരു മണ്ടത്തരമാണെങ്കിലും ഇത് സീസൺ ശബരിമല സീസണാ. വേണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൽ ശബരിമലയുടെ അടുത്ത് നോക്കുവാണെങ്കിൽ പണിയും ഡെക്കാം അല്ലേ? ഞാൻ മണ്ടത്തരം പറഞ്ഞാലും അടിപൊളിയായിട്ട് ബുദ്ധിപരമായിട്ട് കാണിക്കുള്ളൂ. അതല്ലേ? അടിപൊളി. ചൂണ്ടക്കഴുത്ത് ഞാൻ പിടിച്ച് ഓടിക്കും. എടാ, നിന്നൊന്നും കൂടെ വിളിച്ചതല്ലെന്ന്. അല്ലേ? സന്തോഷം പങ്കിട്ടതല്ലേ? കൈയടിച്ചതല്ലേ? അല്ല. ആവശ്യമില്ലാത്ത മയിൽപ്പീലും ബാക്കി ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. കുക്ക് വന്ന്. മയിൽ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കൊക്ക്? എടാ, കൊക്കല്ല, കുക്ക്. ഷെഫ്. എവിടെ? ദോശ നല്ലൊരു ദോശ വേണം, ദോശ തിന്നാൻ ആശയുണ്ടോ? ദോശ എന്നൊരു പേര് കേട്ടാൽ ഭാഷയുണ്ടോ? ഷെഫ് വരുന്നുണ്ട്. സിനിമാറ്റിക് ഡാൻസുകാരനെ വിളിച്ച് എന്നെ പറ്റിക്കാൻ നോക്കണോ നീ? സിനിമാറ്റിക് ഡാൻസുകാരനൊന്നും അല്ല, ഷെഫ് തന്നെയാണ്. പക്ഷെ നിന്നൊന്ന് ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ഇവന് എൻട്രി പഞ്ച് കൊടുത്തതല്ലേ ഞാൻ. ഇതാരാണെന്നോ ഞാൻ? എന്റെ ചങ്ക്, എന്റെ പാർട്ണർ ബാബു. അയ്യോ, മറ്റേ മുതലാളി. സോറി, മനസ്സിലായില്ല, ക്ഷമിക്കണം. ഞാൻ കുക്ക് രവി. കക്കരവിയോ? ഞാൻ ഒരുപാട് സിനിമ സാറിനെ കണ്ടിട്ടുണ്ട്. സാറേ, സിനിമയില്ലെന്ന് പറഞ്ഞ അടുക്കളപ്പണിക്ക് കിടക്കണൊക്കെ മോശമല്ലേ? കക്കരവിയല്ല, കുക്ക് രവി. ഷെഫ്. ഷെഫാണോ? കക്കരവി അല്ലേ? നേരത്തെ എവിടെയായിരുന്നു ജോലി? ഞാൻ ഷാപ്പിലായിരുന്നല്ലോ. കച്ചവടക്കാരനെ കൊണ്ടുവന്ന 5 സ്റ്റാർ ഹോട്ടലിൽ ഷാപ്പിലാ? നീ ഷാപ്പിലാണെന്ന് പറയാ. നീ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് പറഞ്ഞതല്ല. പിന്നെ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ആ 5 സ്റ്റാർ ഹോട്ടലിലെ
റെസ്റ്റോറന്റിന്റെ പേരാണ് ഷാപ്പ്. അങ്ങനെ പറ. ഇയാൾ എന്നൊക്കെ ഉണ്ടാക്കും? ഞാൻ ഉണ്ടാക്കുന്ന കപ്പയും കറിയും കഴിച്ചിട്ട് എത്ര കള്ളുടിയന്മാർ എണീറ്റ് നിന്ന് കൈയടിച്ചിട്ട് പറയാം. ഓടറാ വിളിച്ചല്ലെന്ന് പറഞ്ഞില്ലേ? അതാ ഇവിടെ നീ വിശേഷിച്ച് എന്തുണ്ടാക്കും അതൊന്ന് പറ. സാറുമാര് പറയണ എന്തും ഞാൻ ഉണ്ടാക്കും. പക്ഷെ കാശ് തന്നില്ലെങ്കിൽ വേണ്ടി വന്ന ഒരു വിപ്ലവം വരെ ഞാൻ ഉണ്ടാക്കും. ഇതാണ് കേരളത്തിൽ ഒരു സ്ഥാപനം പച്ച പിടിക്കാത്ത. എന്നാ പച്ച പിടിക്കുന്ന ആളെ വെച്ച് നിങ്ങൾ നടത്തിക്കോ. എനിക്ക് താല്പര്യം. ഇവന്റെ ചെവിയൊക്കെ ഉണ്ടായിരുന്ന കടിച്ചങ്ങ് പറിക്കായിരുന്നു. ഒന്ന് പിടിച്ചേ. കുറെ നേരമായിട്ട് എവിടെങ്കിലും ഇരിക്കാനുള്ള റൂം റെഡിയാക്കി താ. അത് പറയാൻ വന്നേ. ഓ, നല്ല മനോഹരമായ മയിലിന്റെ ഉള്ളിൽ ഇത്ര മെനകെട്ടൊരു മോന്തയോ? എന്റെ ഏട്ടത് ഹോട്ടലല്ലേ? ഹോട്ടലല്ലേ? മനുഷ്യന് വയറ്റ് പിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? വയറ്റി പിടിക്കണില്ല, കാലയിലും കഴുത്തേലും പിടിക്കുന്ന ഒരു സാധനമുണ്ട്. ബോംറൈൻ നായ പുറകെ കണ്ടിട്ടുണ്ട്. ആ മയില് പോരാ, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല ഫീലി. പോയാ നിങ്ങൾ നല്ല മുതലാളിമാരാട്ടാ. എന്താടാ നിങ്ങളുടെ സ്റ്റാഫ് അല്ലേ ഞാൻ? ഒരു മൈൽ ആവശ്യമില്ലാതെ എന്നെ ഒന്ന് ഇടിച്ചിട്ട് നിങ്ങൾ പ്രതികരിച്ചോ? എടാ ഞാനാണെങ്കിൽ നിന്നെ കൊന്നേനെ. എന്താടാ? എടാ അവന്റെ കൂടെയുള്ള അവന്റെ ഭാര്യടാ. മോനെ രവി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ചങ്കും ഞാൻ കൂടി ഗൾഫിൽ കിടന്ന് ചോര നീരാക്കിയ കാശാണ്. ആ കാര്യമൊന്നും പറയണ്ട. ഗൾഫിൽ പോയാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം. അങ്ങനെ വലിയ ജോലിയും കഷ്ടപ്പാടൊന്നുമില്ല, അതെനിക്കറിയാം. പക്ഷെ എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് മാത്രമാണ് എനിക്കറിയാം. നമ്മൾ ഈ ഫ്ലൈറ്റിൽ ചെന്ന് ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ പന നിപ്പുണ്ടാവും. ഈ പന ചെന്ന് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കുലുക്കുമ്പോ 500ന്റെ കെട്ടുകളൊക്കെ താഴേക്ക് വീഴും. അപ്പൊ ഞാൻ കുലുക്കുമ്പോ ഇവൻ പെറുക്കും, ഞാൻ കുലുക്കുമ്പോ ഇവൻ പെറുക്കും. ഞാൻ മടുത്തു കഴിയുമ്പോ ഇവൻ ഇങ്ങനെ വന്നിട്ട് കുരങ്ങ് കുലുക്കണാരി ഇങ്ങനെ കുലുക്കും. അപ്പം ഞാൻ പെറുക്കും, ഇവൻ കുലുക്കും, ഞാൻ പെറുക്കും, ഇവൻ കുലുക്കും. അല്ല, അപ്പൊ എന്നെ കൂടി ഒന്ന് ഗൾഫ് കൊണ്ടുപോകും. എന്താ? ഞാൻ നല്ല പെറുക്കിയാ. പെറുക്കി നീ മര്യാദയ്ക്ക് ജോലി ചെയ്താ പിന്നെ ഞങ്ങള് ഗൾഫിൽ കൊണ്ടുപോകും. സത്യം? സത്യം. ഉറപ്പല്ലേ? ഉറപ്പ്. അടിക്കല്ലടാ. മയില് വന്ന് തുള്ളും. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാനല്ലേ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നേ. യു ഡോണ്ട് വറി. ഓക്കെ ഓക്കെ. ഹലോ, നമസ്കാരം. ഞാൻ ലേറ്റ് ആയോ? കറക്റ്റ് സമയത്തല്ല വന്നത്. എല്ലാം ക്ലിയർ അല്ലേ? ഉദ്ഘാടനം വരിക, തിരി കൊടുത്ത അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ ഓക്കെ. എനിക്ക് മനസ്സിലായില്ല. ഇദ്ദേഹം ഇതാണ് ബാബുവിന്റെ ചങ്ങാതി. എന്റെ ഈശ്വര, ഇതാണ് ബാബുവേട്ടൻ. അയ്യോ, ഞാൻ കാണാനിരിക്കായിരുന്നു. ബാബുവേട്ടാ, എന്നും വായെടുത്ത നിങ്ങളെ കുറിച്ചുള്ള വർത്താനേ ഉള്ളൂ. നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ തല കുനിക്കുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഔപചാരികമായി ഈ കട ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ജനിച്ചപ്പോൾ മുതൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്, അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് തന്നെ ദുബായിൽ പോയി. ദുബായിൽ ഇപ്പോൾ 10 വർഷത്തെ ബിസിനസ് സാമ്രാജ്യം എല്ലാം കെട്ടിപ്പടുത്തതിന് ശേഷം വീണ്ടും നാട്ടിൽ വന്നൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഹോട്ടൽ തന്നെയായിരുന്നു. ആ പേര്? ഈ ഹോട്ടലിന്റെ പേര് ആന്റണി റെസ്റ്റോറന്റ്. അതെനിക്കറിയാം. താങ്കളുടെ പേര്? എന്റെ പേര് ബാബു. ബാബു. എന്നെ വിളിച്ച സ്പോൺസർ ഇദ്ദേഹമാണ്. ആന്റണി. മതസൗഹാർദ്ദം വിളിച്ചോതുന്ന പേരുകളാണ് അവരുടെ ആ കൂട്ടായ്മയ്ക്ക്. അതിന് നല്ലൊരു കയ്യടി കൊടുക്കണം. ബാബുവും ഇദ്ദേഹം ആന്റണിയും രണ്ടുപേരും പല പല ജാതിയിലുള്ള ആൾക്കാരാണ്, അല്ലേ? അതാണ് ആ മതസൗഹാർദ്ദം, അതാണ് വേണ്ടത്. പക്ഷേ ഒരു കാര്യം, ഇവിടെ വരുന്ന ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്രമല്ല, ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിൽ വിഷം കലർത്തരുത്. കാരണം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് വരുന്നത്, അവരാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം.
അപ്പോൾ അതിൽ ഒരു മായവും കലർത്തരുത്. അഥവാ എന്തെങ്കിലും മായം കലർത്തി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാലോ, ഈ കട ആരുടെ പേരിലാണ്, അവരകത്ത് പോകും. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ബിസിനസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവിധ ഭാവങ്ങളും. ശരി, താങ്ക് യു. ചെക്ക് തരാം. അതെ, അല്ല ചെക്ക് പറ്റൂല എനിക്ക്. അല്ല അത് കുഴപ്പമില്ല, നമ്മളിങ്ങനെ കാണുന്നതല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ ഓരോരുത്തരൊക്കെ സഹായിക്കണേ. അല്ല കുറെ ചെക്ക് എന്റെ വീട്ടിൽ ഇരിക്കുന്നു. ആണോ? എന്നാ ഈ കൂടെ അതും വെച്ചോ. സുരാജേട്ടൻ പറഞ്ഞിട്ട് പോയ എന്താന്ന് മനസ്സിലായോ? എന്ത്? ഈ ഹോട്ടൽ സംബന്ധമായി എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഈ മുതലാളിയായ സാറ് മാത്രം അകത്താണെന്ന്. എങ്ങനെയാടാ ഞാൻ മാത്രം അകത്ത് പോണത്? സാറിന്റെ പേരിലല്ല ഈ ഹോട്ടൽ. എടാ എന്റെ പേരിലാണ് ഹോട്ടലെങ്കിലും ഞാനും ബാബു ഒരുമിച്ചാണ് തുടങ്ങിയേക്കണത്. ഈ ഹോട്ടലിലെ സ്ഥലം ഇരിക്കുന്നത് ബാബുവിന്റെ പേരിലാണ്. അതല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ സുരാജേട്ടൻ പറഞ്ഞ മാതിരി ഹോട്ടലല്ലേ, വല്ല ഭക്ഷ്യ വിഷബാധയോ അല്ലെങ്കിൽ മറ്റെന്ത് അപകടം വന്നാലും സാറ് മാത്രം തൂങ്ങും. എടാ ഞാൻ എന്റെ ചങ്കും കൂടിയായി സാധനം തുടങ്ങിയേക്കണം. എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവൻ വെറുതെ ഇരിക്കും തോന്നണ്ട. പിന്നെ സാറിന് എന്തെങ്കിലും ആപത്ത് പറ്റി സാറ് ജയിലിൽ പോയി കഴിഞ്ഞാലേ ഈ ഹോട്ടലും ഈ നിൽക്കുന്ന സ്ഥലമായൊക്കെ ഒറ്റയ്ക്ക് അടിച്ചെടുക്കാം. അതിന് വേണ്ടി ചെയ്തതായത്. സ്ഥലം ഹോട്ടൽ ആർക്കടിച്ചെടുക്കാന്ന്? ആ നിങ്ങളുടെ കൂട്ടുകാരന്. എന്റെ ബാബുവിനാ? പിന്നെ ചതിച്ചതല്ലേ അവനങ്ങനെ. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലല്ലേ? ഏത് ഏത്? അഥവാ ഈ ഹോട്ടലിൽ എന്തോ വിഷബാധ വന്ന ആൾക്കാർ തിന്ന് മരിച്ചു കഴിഞ്ഞാൽ പോലീസ് തന്നെ ജയിലിലാക്കുമ്പോ ഉടമസ്ഥരായ ഈ ഹോട്ടൽ അടിച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലടാ നിന്റേത്? പിമ്പിരി മുടിയാ. നീ എന്തിനാടാ എന്നെ ഒരു അപ്പൊ നീ സത്യം പറഞ്ഞിട്ട് എന്താണ് ഇതാണ് ഫ്രണ്ട്ഷിപ്പ്? പിന്നെ അവൻ പറഞ്ഞ വർത്തമാനം കേട്ടോ. എന്താ പറഞ്ഞേ? 10 വർഷം കൂടെ പോലീസ് പിടിച്ചോ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞേ. അയ്യോ വ്യക്തമായിട്ട് പറയണം. 10 വർഷം നിന്നെ ഞാൻ ചുമന്നതിന്റെ കൂലിയാണ് നീ എനിക്ക് തരാൻ പോയത്. അതുപോലെ വ്യക്തമായിട്ട് പറയണ്ടെങ്കിൽ കേട്ടോ. ഇവനെ ഞാൻ ചതിച്ചെന്ന്. അങ്ങനെയുള്ള ഇവനെ ഞാൻ വെച്ചേക്കണം. എടാ ഇത്രയും നേരം നിങ്ങൾ എന്താ കാണിച്ചത്? ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇവനെ തല്ലണ്ടടാ. എടോ ഇവനല്ല തല്ലേണ്ടത്. ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരുത്തരുണ്ട്. ഇവനാ തല്ലേണ്ടത്. വെച്ചേക്കണവനെ. ചേട്ടാ കൃത്യസമയല്ലേ സെലിബ്രേറ്റ് എവിടെ ചേട്ടാ? പശു ചത്ത് മോരിന്റെ പുളിയും തീർന്നു. അപ്പോഴാണ് ഒമ്മ ആടാൻ മതക്കണം. ബാബു തല്ലു കൊല്ലടാ നിങ്ങളെ. മോരിന്റെ പുളി തീർക്കണടാ. വീണ്ടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, ബ്രേക്കില്ലാതെ ചിരിപ്പിക്കാൻ ഇതാ 2 മിഥുനങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും മറക്കാനാകാത്ത അനുഭവങ്ങൾ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ പുറത്തൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഥകൾ ഉണ്ടാവും. അതാണ് ഇന്ന് നമുക്ക് അറിയേണ്ടത്. എനിക്ക് ബിജുചേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ബിജുക്കുട്ടൻ എന്നുള്ള ആർട്ടിസ്റ്റിനെ ഓർമ്മ വരുമ്പോൾ തന്നെ എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഫാഷൻ ഷോ ആണ്. ഫാഷൻ ഷോയോ? ആ അറിയില്ലേ, ഭയങ്കര റാമ്പ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആണ് ഈ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒരു റാമ്പിൽ വെച്ചാണ്. ഫാഷൻ ഷോ കോമ്പറ്റീഷൻ വരെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഏറ്റവും വിന്നർ ആയത് ഈ ചേട്ടനായിരുന്നു, കേരളത്തെ പ്രതിനിധീകരിച്ച്. ഞാനൊക്കെ അമേരിക്കയെ പ്രതിനിധീകരിച്ചായിരുന്നു വന്നിരുന്നത്. ചേട്ടൻ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് മത്സരത്തിൽ പ്രൈസ് കൊണ്ടുപോയി. അല്ലാതെ എന്താ ചേട്ടാ അത് നമുക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണണ്ടേ? കാണണമെങ്കിൽ കൈയടിച്ചോ. കാണണം. ഓഡിയൻസ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റൂള് വേണോ? അശ്വതി ഊരി കൊടുക്ക്. അശ്വതി ഇങ്ങനെയാവും. അത്ര വലിയ സ്റ്റൂളൊന്നുമല്ല, കുഞ്ഞു ചെറുത്. അത് നമ്മളിങ്ങനെ ആ ചെരുപ്പ് കാണാതിരിക്കാനാടോ ഇത്രയും വലിയ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാധനം ഇട്ടേക്ക്. അല്ല സുബിയുടെ കൈഡിയിലായിരുന്നു. ഞാൻ ചെരുപ്പ് കണ്ടല്ലോ അന്ന്. ഹൈറ്റ് ഉണ്ട്, കാരണം മൂടിയിട്ടാക്കല്ലേ ഇങ്ങനെ മാതാവിന്റെ ഒരു ഡ്രസ്സ് പോലത്തെ. അപ്പൊ നടക്കാവോ? അത് ഇങ്ങനെ വന്നിട്ട് മ്യൂസിക് ഇടാ. സുബിയും ക്ലാസ് കായിക്ക്. ഞാൻ ആദ്യം നടക്കാട്ടോ. തങ്കമണി ഫ്രം കേരള. പേരങ്ങം മാറിപ്പോയി കഴിഞ്ഞാൽ പേര് മാറ്റി വിളിച്ച് പേര് തങ്കമണി ഫ്രം കടവന്ത്ര. ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അത് എന്താ തമാശ രീതിയിൽ പോകുന്നതാ.
നിങ്ങൾ ഇനി ഈ പരിപാടി നടത്തി ഞാൻ കൂവും. എന്തിനാ കൂവണേ? കൂവുന്നത് എന്തിനാണോ? എന്റെ കാശ് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് വന്നില്ലല്ലോ. ഏതിന്റെ കാശ്? ഈ കാശ്. കോട്ടുവാട്ടക്ക 3000. എന്തുവാടാ ഈ കോട്ടുവാട്ടക്ക? കോട്ടുവാട്ടക്ക അല്ല, കോട്ട് വാടക. അത് ചേർത്ത് വായിക്കണം. 3000 രൂപ ചേർത്ത് വായിക്കണമെങ്കിൽ ചേർത്ത് എഴുതണം. കാഞ്ഞവളുടെ കൗൺ 2000. കാഞ്ഞവളുടെ കൗണോ? അയ്യോ, കാഞ്ഞവളുടെ ഗൗൺ അല്ല, പിന്നെ കാജോൾ ഇട്ട ഗൗൺ. അതിന്റെ വാടക 2000 രൂപ. മൊത്തം തറയിൽ മുള്ളിയത് 5000. വൃത്തികെട്ടവനെ, ഇത് എന്തോടെ എഴുതി വെക്കണം? മൊത്തം തറയിൽ മുള്ളിയത് 5000. മലയാളം വായിക്കാനും അറിയത്തില്ലയോ? മൊത്തം തരാനുള്ള രൂപ 5000 എന്നാണ് എഴുതിയേക്കുന്നത്. എന്റെ ദൈവമേ, ഇതിപ്പോ 5 പൈസ ഇവിടുന്ന് തരുന്നില്ല. താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണം. പിന്നല്ലാതെ. അപ്പൊ എന്റെ കോട്ടിന്റെ വാടക ആര് കൊടുക്കും? കോട്ടിന്റെ വാടക ഒന്നും തരാൻ കഴിയില്ല. നമസ്കാരം. നമസ്കാരം. എനിക്കറിയാം, ഇത് മറ്റേ ഈ പുള്ളി മറ്റേ സീരിയലിന്റെ സിനിമയുടെ ഒക്കെ കോർഡിനേറ്റർ അല്ലേ? അയ്യോ, അത് തന്നെ. എനിക്കറിയാം. ഇവിടുത്തെ കോർഡിനേറ്ററാ. അയ്യോ മഹാ. വലിയ വിഷയമെന്ന് ബിജുക്കുട്ടൻ അറിയോ? നീ കേക്കണം കേട്ടോ സുബി. ഞാൻ മെനങ്ങാന്ന് പറഞ്ഞു എനിക്ക് 1 ബോട്ടിൽ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇയാൾ ചെയ്ത വൃത്തികേട് എന്താണെന്ന് അറിയാം? ജലധാര എന്ന് പറയുന്ന ഒരു ബോട്ട് നിറച്ച് വെള്ളമായിട്ട് കയറി വന്നിരിക്കുന്നു. ഒരു ബോട്ടിൽ വെള്ളമായിട്ട്. ബോട്ടിൽ വെള്ളം ചോദിച്ചാൽ പിന്നെ ഞാൻ കപ്പലിൽ കൊണ്ടുവരാൻ പറ്റുമോ? ബോട്ടിലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. എടാ, കുടിക്കാൻ 1 ബോട്ടിൽ വെള്ളമാണ് ഞാൻ ചോദിച്ചത്. അത് വ്യക്തമായിട്ട് പറയണം. ഞാൻ അറിഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ല. താൻ ഇറങ്ങി പോ മര്യാദക്ക്. ഞാൻ ഇറങ്ങിപ്പോക്കോളാം. എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവരോട് ഞാൻ സംസാരിച്ചോളാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ ഉദ്ഘാടനത്തിനൊക്കെ പോവോ ചേച്ചി? ഉദ്ഘാടനത്തിനൊക്കെ പോവോ? ഉദ്ഘാടനത്തിനൊക്കെ പോവാറുണ്ട്. എന്തോ വാങ്ങിക്കുന്നേ ഉദ്ഘാടനത്തിന്? ഒരു ഉദ്ഘാടനത്തിന് പോയാൽ എന്തോ വാങ്ങിക്കും? നമ്മുടേതായിട്ടുള്ള ക്യാഷ് പറയും, അത് മേടിക്കും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ അവർ തരുന്നതും വാങ്ങിക്കും അല്ലേ? ക്യാഷ് വാങ്ങിക്കൂല്ലേ? ക്യാഷ്. അപ്പം ക്യാഷ് വേണം ഇല്ലേ? വരത്തില്ല. ക്യാഷ് വേണോ, അല്ലാതെ വരാൻ പറ്റത്തില്ല. ആരെങ്കിലും പോകും. ഓക്കെ. സാറെന്തോ വാങ്ങിക്കും? ഉദ്ഘാടനത്തിനൊക്കെ പോവോ? ഈ ഒരു ജുവലറിയുടെ ഉദ്ഘാടനമാണെങ്കിൽ സാറെന്തോ വാങ്ങിക്കും? എനിക്ക് കാശ് വേണ്ട. പിന്നെ എനിക്ക് ആ ജുവലറിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സ്വർണം മതി. സ്വർണം മതി. കാശ് വേണ്ട. ഇല്ല. അങ്ങനാണെങ്കിൽ തുണിക്കടയുടെ ഒക്കെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ സാറിന് കാശ് വാങ്ങിക്കോ ഇല്ലയോ? 3 മക്കള്, ഭാര്യ, അച്ഛനമ്മ എല്ലാരും ഉണ്ട്. എനിക്ക് തുണി മതി. എനിക്കാണ് ഇവിടെ ഫാഷൻ തരംഗോണുമ്പോ തുണി മതി. കാശ് വാങ്ങിക്കത്തേ ഇല്ല. കാശ് വാങ്ങിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള തുണി ഞാൻ എടുക്കും. ചേട്ടാ ഈ 16-ാം തീയതി ഒഴിവുണ്ടോ? 16-ാം തീയതി വരുന്ന 16-ാം തീയതി ആണോ? അയ്യോ, എനിക്കൊരു ചെറിയൊരു ഷൂട്ടിംഗ് ഉണ്ട്. ഒന്നും വരാൻ പറ്റില്ല. സാറിന് ഒഴിവുണ്ടോ? എനിക്ക് ഒഴിവുണ്ട്. ഒന്ന് ഒഴിവാണോ? ഒഴിവാണ്. അങ്ങനാണെങ്കിൽ എത്ര രൂപ വേണം? എനിക്ക് കാശ് വേണ്ട. ഞാൻ പറഞ്ഞല്ലേ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിന് അവിടെ നിന്നുള്ള സാധനം. ശരി, ഞാൻ വിട്ടുപോയി. കാശ് വേണ്ട അല്ലേ? അങ്ങനെ ആകുമ്പോ ഒരു വലിയ ചാക്ക് കൊണ്ടുവരണം. അതെന്തിനാ? ഒരു ബാർബർ ഷോപ്പിന്റെ ഉദ്ഘാടനമാ. കുറച്ച് മുടിയായിട്ട് പോകാം. പിന്നെ ചേട്ടാ, നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് വരണം. വേണം. അതെ, ഉദ്ഘാടനത്തിന് മുടിയും 1 കെട്ട് മുടിയൊക്കെ എടുത്തോണ്ട് പോവാൻ ഞാൻ. എന്നെ എന്താ ക്ഷേത്രത്തിലെ എന്റെ പ്രോഗ്രാം വെച്ചാൽ എന്താ നടക്കൂല? അതെ, ഈ ഉത്സവത്തിന് ക്ഷേത്രത്തിലേക്ക് ആൾക്കാരെ കൂട്ടാനാണ് പരിപാടി വെക്കുന്നത്, അല്ലാതെ കുരുതി കൊടുക്കാനല്ല. നിങ്ങളുടെ തമാശക്ക് എന്നാ വില തരേണ്ടി വരും? ഇതെന്താണ് മത്തിക്കച്ചോടോ? എന്നാ വില തരണ്ടെന്നൊക്കെ പറയാൻ? നിങ്ങളുടെ പരിപാടിക്ക് എത്ര രൂപ മൊത്തത്തിൽ? ഇതൊക്കെ ഒരു മാന്യമായ രീതിയില്ലേ? നമുക്കിപ്പോ ഞാനും സുബിയും ഒക്കെ കൂടിയാലേ ഒരു കുറെ സ്റ്റാറൊക്കെ ആകുമ്പോ നമുക്ക് അമ്പലത്തിലെ എല്ലാം കൂടി കൂട്ടി അമ്പലത്തിലൊന്ന് പ്രോഗ്രാം നടത്തുമ്പോ ഒരു 5 ലക്ഷം രൂപ വരും. എല്ലാം കൂടി 5 ലക്ഷം. 5 ലക്ഷം രൂപയോ? വരും. എന്റെ അതിൽ കുറവേ ഉള്ളൂ. എന്റേതൊക്കെ അതിൽ കുറവേ ഉള്ളൂ. അല്ല, ഇത് നല്ല പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? മൊത്തത്തിൽ ഉദ്ദേശിക്കുമ്പോഴ് ശ്രീകോവിലിന്റെ മണ്ടയ്ക്ക് സ്വർണം പൂശണം, പിന്നെ കൊടിമരം പഞ്ചലോകമായാലും കുഴപ്പമില്ല, പിന്നെ പരിപാടിയും ഗംഭീരമായിരിക്കണം. അത്രയും വേണം. ഇത്രയും കാര്യങ്ങൾ ഗംഭീരമായിരിക്കണം. 5 ലക്ഷം രൂപ ഞങ്ങൾ തരും. നടക്കലും കൂടെ അങ്ങ് കെട്ടിത്തരാം. എല്ലാം വേണം, എല്ലാം ഉണ്ട്. എടാ, അതല്ല, എല്ലാം കൂടെ ഉദ്ദേശിച്ചത് ഡാൻസ്, ഗാനമേള, പിന്നെ സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ കുറെ ലൈറ്റ്, സൗണ്ട്, സ്റ്റേജ്, അതെല്ലാം കൂടെയാണ് അവർ 5 എന്ന് പറഞ്ഞത്. അല്ലാതെ ക്ഷേത്രത്തില് വർണിഷ് അടിക്കുന്ന ഉൾപ്പെടെ അല്ല. പ്രതിഷ്ഠയും കൂടെ നമ്മൾ കൊണ്ടുവെക്കാം. ഇതെല്ലാം കൂടെ ചെയ്താൽ 5 ലക്ഷം രൂപ ആവത്തില്ലല്ലോ. ഒരു 15,000 രൂപ അങ്ങ് തരും. വന്ന് പരിപാടി നടത്തണം. 15 രൂപ? അതെന്താ പരിപാടി? 15 രൂപയ്ക്ക് പരിപാടി നടത്താൻ സാധ്യമല്ല. ആര് പറഞ്ഞു? സാധ്യമല്ല. 25,000 അഡ്വാൻസ് മേടിച്ചിട്ട് നിൽക്കുവാൻ. അല്ല, ഒരു കാര്യം ചെയ്യും. അങ്ങനെ ഒരു കാര്യം ചെയ്യും. നമുക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ വെറുതെ വന്നാക്കാം. അല്ല, ഞാൻ ചെന്ന് ഒരു പാട്ട് പാടിയാ പോരെ, കുഴപ്പമില്ല. പൈസ വേണ്ടെങ്കിൽ ചേട്ടൻ തന്നെ വന്നാലും മതി. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് പരിപാടിയുടെ ഫസ്റ്റ് തന്നെ ഞാൻ വന്നിട്ട് കട്ടൻ പോക്കുമ്പോ തന്നെ ഞാൻ വന്നിട്ട് ഒരു പാട്ട് പാടിക്കോളാം. അയ്യോ, അത് വേണ്ട. പാട്ട് ഫസ്റ്റില് വേണ്ട, പാട്ട് ലാസ്റ്റ് മതി.
പരിപാടിയുടെ ലാസ്റ്റ് മതി പാട്ട്. അല്ല ആദ്യം ആള് വന്ന് സംസാരിച്ച ഒരു പാട്ട് ഫ്രീ ആയിട്ടല്ലേ വരുന്നത്. പൈസ ഒന്നും ചോദിക്കുന്നില്ല. വേണ്ട, പൈസ ഇല്ലാലും വേണ്ട, പാട്ട് ലാസ്റ്റ് മതി. പാട്ട് ലാസ്റ്റ് ആദ്യം പാടാന്നേ. വേണ്ട, ലാസ്റ്റ് മതി. എന്നാലേ ശരിയാവൂ. എന്തിനാ ലാസ്റ്റ് പാടിക്കണത്? വീട്ടുകാരന്റെ പാട്ട് കഴിഞ്ഞാൽ അവിടെ 10 ലക്ഷം രൂപയുടെ വെടിക്കെട്ട് നടത്തുന്നുണ്ട്. അതിനെന്തിനാ ഞാൻ ലാസ്റ്റ് പാടുന്നത്? അത് ചേട്ടൻ ലാസ്റ്റ് പാടിയാലേ ശരിയാവൂ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെടിക്കെട്ട് നടത്തുമ്പോൾ ഒരുപാട് ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാറി നിൽക്കാൻ പറഞ്ഞ ഒറ്റ ഒരെണ്ണം മാറത്തില്ല. ഇതിപ്പോ ബിജുക്കുട്ടും ചേട്ടൻ വന്ന് ലാസ്റ്റ് പാട്ട് പാടി കഴിയുമ്പോൾ ഒരു മനുഷ്യരെ അവിടെ കാണത്തില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അപ്പൊ അപകടം നടക്കത്തില്ല. പാട്ട് വന്നൊന്നുമായി എനിക്ക് ഇവിടെ നിൽക്കണ്ട, കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ആ കോട്ടിന്റെ പൈസ കൊണ്ട് കൊടുത്തില്ല, അയാൾ എന്നെ എടുത്തിട്ട് അലക്ക് വന്നു. ഏത് കോട്ട്? ഈ ഇട്ടേക്കുന്ന കോട്ട് അറിയാവോ? ഇതെല്ലാം ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടോട്ട് വെക്കുന്ന. ഒന്ന് വെറുതെ ഇരിക്കണോ? ഇത് കോട്ടിന്റെ പൈസ ഒന്നില്ല, ഇതെല്ലാം ഞാൻ ഊരിക്കൊണ്ട് പോകും. പിന്നെ ഈ പെങ്കിച്ചന്റെ മുന്നിൽ ടിങ്കൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും. ഒന്നും വേണ്ട. ഇപ്പൊ തനിക്കിപ്പോ കോട്ടിന്റെ കാശ് തന്നു കഴിഞ്ഞാൽ താൻ പോകുമല്ലോ. പിന്നെ കോട്ടിന്റെ കാശില്ല, അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ലെന്ന്. ഇതാ പിടിച്ചോ, എന്റെ മോതിരം എടുത്തോ. പൊക്കോ, സന്തോഷമായല്ലോ. പവിഴമാണോ വൈഡൂര്യമാണോ ഇതിനകത്ത്? അതിനകത്ത് വൈഡൂര്യം എല്ലാം ഉണ്ട്. പൊക്കോ. ഒന്ന് അടിച്ച് പൊളിക്കുന്നു ഞാൻ. ടിക്കറ്റിന്റെ പോലെ നിൽക്കുന്നതായിരുന്നു, എല്ലാവർക്കും ഒന്ന് കാണുമെങ്കിലും ചെയ്യായിരുന്നു. അല്ലാതെ മോതിരം കൂരി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇയാൾക്ക്? അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ഷാറുഖ് ഖാനെ കൊണ്ടല്ലേ വന്നത്, ഒറിജിനൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. അയാൾ ഷാറുഖ് ഖാനെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ കൊടുത്ത മോതിരവും ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. ഇതാണ് പറയണത്, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. അതാണ്. അപ്പൊ അധികം സ്റ്റാറാവണ്ട, കൊല്ലത്ത് കിട്ടും പണി കേട്ടാ. എന്നാലും ഇങ്ങനത്തെ ഫ്രോഡുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഈ കാലത്ത്? ബിജുക്കുട്ടനെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? അല്ല, അങ്ങോട്ട് തിരിഞ്ഞാ പറഞ്ഞത്. ഞാനിപ്പോ ഓക്കെ, ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അശ്വതി റൗണ്ട്. അങ്ങനെ നമ്മുടെ ഈ റൗണ്ടിന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ചേട്ടാ, ഈ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇതുവരെ നമ്മൾ പാര വെച്ചു. ഓഡിയൻസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, സുരാജേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇത് ഇവർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊരു റേഞ്ച് വെച്ചിട്ട് ഇവരിത് പറയും. ഓക്കെ, സാധാരണ അക്കങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ, അതായത് രണ്ടെണ്ണം തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴേക്കും ഇത് കൂടി വരികയാണല്ലോ. സാധാരണ അങ്ങനെയാണല്ലോ, കൂട്ടുമ്പോൾ വീണ്ടും എമൗണ്ട് കൂടുക ചെയ്യുന്നത്. പക്ഷെ കൂട്ടുമ്പോൾ കുറയുന്നത് എന്താണ്? സാധാരണഗതിയിൽ കൂട്ടുമ്പോ ചോറ് ഒരു ചോദ്യം അത് കംപ്ലീറ്റ് ആകാൻ സമ്മതിക്കരുത് കേട്ടോ. അല്ല അതല്ലേ സുരാജേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല, സുരാജേട്ടനെ സഹായിക്കാൻ പാടില്ല. അപ്പൊ കൂട്ടുമ്പോ കുറയുന്നത് കറിയാണ്. ശരി, അടുത്തത് ടാറ്റയും ബാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ടാറ്റയും ബാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ബാറ്റ എങ്ങനെ? ബാറ്റ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും തന്നെ പരിപാടി. ഇവിടുന്ന് ബാറ്റ് മറക്കില്ല. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വലിയ കുഴപ്പമില്ല. ഇത്തവണ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് അതിലൊരു വിഷമം. കടുവയുടെ പേരിലാണ് അറിയപ്പെടുന്നത്, പക്ഷെ കടുവയുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ വേദനയിലെല്ലാം കൂടെ നിൽക്കും. ആരാണിത്? ടൈഗർ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസി ആയി പോയോ എന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല, അടുത്ത പ്രാവശ്യം കാണാം. നോക്കാം. ഇനിയുള്ളത് കുറച്ച് പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ ജി കെ അല്ല ഓടണ്ട, ഇംഗ്ലീഷാണ്. അപ്പോ കുറച്ച് പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പേരുകളാണ്, മലയാളം കണ്ട മഹാന്മാരായ ആളുകളുടെ പേരുകളാണ്. ഇവരുടെ പേരൊന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. നിങ്ങൾ ആര് ചെയ്യുന്നു എന്നുള്ളത് മാത്രം തീരുമാനം എടുത്താൽ മതി. ആദ്യം പറയേണ്ടവർക്ക് വേണമെങ്കിൽ ബസ് അമർത്താനുള്ള ഓപ്ഷൻ ഇല്ല, എന്നാലും വിളിച്ചു പോവാം. വള്ളത്തോൾ, ബോട്ട്, പൊൻകുന്നം വർക്കി, ഗോൾഡ് മൗണ്ടൻ, ഗോൾഡ് മൗണ്ടൻ വർഗീസ്. വർഗീസിനെ നമ്മള് വർക്കിച്ചെന്നിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മ പടിവെച്ച് കയറുള്ളൂ. ഇവിടെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോർത്തിയോന്ന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ അന്നേരം കാണില്ല. ശരി, എഴുത്തച്ഛൻ. ഹാൻഡ് റൈറ്റിംഗ്. ഫാദർ എന്ന് പറഞ്ഞാല് റൈറ്റർ ഫാദർ. ലെറ്റർ ഫാദർ എന്ന് പറയാം.
ബാലാമണിയമ്മ ഇതും കൂടെ പറഞ്ഞാൽ മതി. സ്മോൾ ഏ? സ്മോൾ അല്ല ബാല. ഓക്കെ ബാല. ബാലാമണി അല്ല കിഡ് കിഡ് നൃത്ത സംഗീത നാടകത്തിന് ഇംഗ്ലീഷ് പറഞ്ഞു ബാല. കിഡ് ബെൽ മണി 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 വന്നു. മദർ. മദർ കിഡ് ബെൽ മദർ. ശരി, ബേബി ബെൽ മദർ എന്നും പറയാം. അപ്പൊ ശരി, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഈ റൗണ്ടിന് പേടിച്ചാണോ നിങ്ങൾ വരാറുന്നത്? സീരിയസ് ആയി പോയല്ലോ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയൊരു സംഭവം കൂടി ഉണ്ട്. രണ്ടുപേർക്ക് ഞാൻ ഓരോ ഉത്തരങ്ങൾ തരാം. ആ ഉത്തരം വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കണം. ഉത്തരം തരും, അതിന് ചോദ്യം അത് ഉത്തരമായിട്ട് വരുന്ന, ഞാൻ പറയുന്ന ഈ ഒരു വാക്ക് ഉത്തരമായിട്ട് വരുന്ന ഒരു ചോദ്യം ഉണ്ടാക്കണം. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. ബിജുക്കുട്ടൻ ചേട്ടൻ ആദ്യം തരണ്ടല്ലോ. ആദ്യം അങ്ങോട്ട് കൊടുക്കാം. സുരേഷ് പറയണം. ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ എന്ന് ഉത്തരം പറയണം. ചോദ്യം ഉണ്ടാക്കിക്കോ. ബിജുക്കുട്ടൻ. കണ്ണടച്ചൊക്കെ നിൽക്കുന്നു ബിജു. മലയാള സിനിമയിലെ കരിവണ്ട് എന്ന് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആര്? നമ്മള് കോമഡി നമ്മുടെ മിമിക്രി വേദിയിൽ എല്ലാവരും വിളിച്ച് പറയുന്നതാണ് കരിവണ്ട് കരിവണ്ട് എന്ന് പറഞ്ഞിട്ട്. അല്ല എനിക്ക് ഇഷ്ടമായിട്ട്. ഓക്കെ, എന്നാ ഇനി തിരിച്ചു കൊടുക്കാനുള്ള അവസരമാണ്. സുബി സുരേഷ് എന്ന് ഉത്തരം വരുന്ന ഒരു ചോദ്യം ഉണ്ടാക്കുക. അല്ലാതെ തമാശ ആയാലും കുഴപ്പമുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവും. കഴിഞ്ഞിട്ട് തീരുമാനിക്കും ഞാൻ തല്ലണോ ഓടിച്ചിടണോ എന്ന്. ഉത്തരം പറഞ്ഞു അല്ലേ? എല്ലാവർക്കും മനസ്സിലാവാൻ വേണം പറയുന്ന കാര്യങ്ങൾ. ലോകത്തുള്ള എല്ലാ പിള്ളേരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ജീവി. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് വലിയൊരു ഗായകനും കൂടെയാണ്, അറിയാലോ. അല്ലല്ല, പല പണികളും നമുക്ക് വരുമ്പോ അങ്ങനെയെങ്കിലും നമ്മൾ ഉദ്രവിക്കണ്ടേ. അപ്പോ സുബി അനുഭവിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകരും ഞാനും ഉൾപ്പെടെ അനുഭവിക്കാൻ തയ്യാറാണ്. ഒരു പാട്ട് പാടാം. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. പാടാൻ പറഞ്ഞ അയ്യോ ഞാനില്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പാടും പാട്ട്. എനിക്ക് പാട്ടൊക്കെ പറഞ്ഞു ഇഷ്ടമാണ്. ശരി, റെഡി. അല്ല, ഏത് പാട്ടെന്ന് പറയും? പാട്ട് കേട്ടോ? ഓക്കെ. മ്യൂസിക് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പിന്നെ പിന്നെ തീർച്ചയായിട്ടും കേട്ടോ. അത് ശരി. അപ്പൊ എന്നാ റെഡി, സ്റ്റാർട്ട്. ഒരു കെട്ട് സീഡി ആയിട്ട് വന്നിരിക്കുന്നത്. Baby, come on and tell me that you feel it too. I wanna live my life for you. Baby, you gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തെൻവണ്ടു ഞാൻ അലരേ, തെൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. തെൻവണ്ടു ഞാൻ അലരേ, തെൻവണ്ടു ഞാൻ. അതരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം. ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ. പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം, എന്തൊരാവേശം. ഒന്നു പുൽകാൻ ഒന്നാകുവാൻ അലരേ, ഒന്നാകുവാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. തെൻവണ്ടു ഞാൻ അലരേ, തെൻവണ്ടു ഞാൻ. ഞെട്ടിച്ച് വീഴ്ചേട്ടാ.
താങ്ക് യു. എന്തൊരു വ്യത്യാസം നേരത്തെ പാടുന്നതിനേക്കാളും അല്ല, 10 മടങ്ങ് നന്നായി. അല്ല, ഒരു എനിക്ക് കാര്യം- തോന്നണോ ഓരോ സ്ഥലത്ത് പോയി തട്ട് കിട്ടി പഠിച്ചു അല്ലേ? ഇപ്പൊ നല്ല പാട്ടുകാരനായി. ഒരു ഹഗ് കഴിഞ്ഞു. ഇപ്പൊ സന്തോഷമായി. അല്ല, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇത് ഒരു അഹങ്കാരമായിട്ട് കരുതരുത്. വേറൊന്നുമല്ല, ഇതെന്റെ ഒരു ആഗ്രഹമാണ്. കാരണം യേശുദാസ് പാടിയ അല്ലെങ്കിൽ യേശുദാസ് സാർ പാടിയ ഒരു പാട്ട് വെറുതെ ഒന്ന് പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം അല്ലേ? തീർച്ചയായിട്ടും ഒരു കലാകാരന്റെ ഏറ്റവും വലിയ എന്താ സന്തോഷമാണ്. ഇത്രയും വലിയ പാട്ടൊക്കെ ഇത്രയും എടുത്തു വെച്ചൊക്കെ ഗംഭീരമായിട്ട് പാടിയല്ലോ. ഇവിടെ വന്നതിൽ ഏറ്റവും സന്തോഷം തന്നെ ഞാൻ ഈ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹഗ് ചെയ്തു ചേട്ടനെ. ഒരു ദിവസം ഞങ്ങൾ കാറിൽ പോരുമ്പോ എന്റെ തോളത്ത് ഉറങ്ങി വീണു എന്ന് പറഞ്ഞാൽ ഞാൻ തല്ലാൻ ചെന്നതായിരുന്നു. അല്ലാതെ കറക്റ്റായിട്ട് ഉറങ്ങി വീണാണ്ടാ. അപ്പൊ ആ സങ്കടം തീർന്നു. അറിഞ്ഞുകൊണ്ട് ഒന്നും കൂടി വേണ്ട പോ. അങ്ങനെയൊന്നുമില്ല. Yo, I'm about to explode. Here I come, can you feel my flow? Hi, Subhani. ഹലോ ചക്രേ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആഹാ, എവിടെന്നാ ഈ വരുന്നത്? ഞാൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണേന്നോ? ഇത്രയും ദൂരത്തു നിന്നാണോ കുഞ്ഞ് വന്നത്? ചേച്ചിനെ കാണാൻ വേണ്ടി വന്നാ. ചേച്ചിനെ കാണാൻ വേണ്ടി? അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ആണോ? ചേച്ചിയുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. ചേച്ചിയുടെ പ്രോഗ്രാം ആണോ ഇവരുടെ പ്രോഗ്രാം ആണോ നല്ലത്? ചേച്ചിയുടെ പ്രോഗ്രാം. പോട്ടെ, ചേച്ചിക്ക് മനസ്സിലായി കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛമ്മയുണ്ട്. അച്ഛമ്മയുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നല്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് ചേച്ചിയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം. സെൽഫി എടുക്കണം? കൊച്ചു പിള്ളേര് വരെ സെൽഫിയുടെ ആൾക്കാരാ. അമ്മേ, ഇങ്ങനെ പിടിച്ചോട്ടെ? നിങ്ങൾ പിടിച്ചോ. ചേച്ചി എടുക്കാൻ സെൽഫി. നിന്നെക്കാളും വലിയ മൊബൈലാണല്ലോ ഇത്. എടുക്കാം. ഇവന് എത്ര വയസ്സാന്നറിയോ സുബി? എത്ര വയസ്സായി? 26 വയസ്സായി. സെൽഫി എടുത്തു കേട്ടോ, സെൽഫി എടുത്തു. കൊണ്ടുപോടാ. അയ്യടാ, ഇത് കൊച്ചുകുട്ടി. സത്യം സുബിക്ക് അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഒരിക്കലെങ്കിലും ഇങ്ങനൊക്കെ അവസരം കിട്ടുമ്പോ അതും തൊലച്ചോളൂ. എന്താ സുരാജ്? കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ച് എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. വെൽക്കം ബാക്ക് ടു കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയ ഡബ് സ്മാഷ് ചെയ്യാം. കിലുക്കം എന്ന സിനിമയിൽ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടനും അതുപോലെ തന്നെ രേവതി ചേച്ചി മത്സരിച്ച് അഭിനയിച്ച ഒരു സീക്വൻസ് ആണ്. 2 പോയിന്റ് കുറവ് വേണം. കറക്റ്റ് ആയിട്ട് എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ. ഓൾറെഡി ഉണ്ടല്ലോ എന്ന്. നമുക്കാണ് പേടി. കാരണം അമ്പിളിച്ചേട്ടനും ലാലേട്ടനാണ് അല്ലേ? ഇത് ഭയങ്കര പ്രശ്നം. അല്ല ഇത് ഭയങ്കര കേട്ടോ. ഓക്കെ, റെഡി. എന്റെ അമ്മോ, ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയാളം മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ അടി. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കേ. ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നു ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ച് എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടാ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു,
എനിക്ക് വിശക്കുന്നു. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. സുബിയും അതുപോലെ തന്നെ ബിജുചേട്ടനും വീണ്ടും കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലെത്തിയതിൽ ഇത്രയും നേരം സത്യം ഒരു ബ്രേക്ക് ഇല്ലാതെ ഞാൻ ചിരിച്ചു കേട്ടോ. ഞാൻ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന അതെ. താങ്ക് യു. കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ മറ്റൊരു ചിരി അരങ്ങത ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു ബൈ.